നാളെ നടക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന ജലമേളയിൽ കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും അതിഥികളായി എത്തും. ജലമേളയ്ക്ക് മുമ്പായി ഒരു ദിവസത്തെ വിശ്രമത്തിലാണ് ടീമുകളും തുഴച്ചിൽക്കാരും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള പരിശീലനങ്ങളൊന്നുമില്ല. ഈ പറയുന്ന തുഴച്ചിലുകാരെല്ലാം വിശ്രമത്തിലാണ്. പക്ഷേ നാളെ അങ്ങനെ ആയിരിക്കില്ല സാഹചര്യം. ഈ പറയുന്ന രീതിയിൽ വള്ളംകളിയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ സുധീഷ്, എങ്ങനെയാണ് ഇതിന്റെ ഒരു ആവേശത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കും? പ്രജിത്ത്, 72ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി പുന്നമട ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളാണ് നടക്കുന്നത്. നാളെ എത്തുന്ന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ സ്വീകരിക്കാനായി അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇവിടെ ഈ കായലിനോട് ചേർന്നാണ് ഇവർക്ക് നടന്നു പോകേണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയും. അതുകൊണ്ട് തന്നെ ബാരിക്കേഡും മറ്റും സ്ഥാപിച്ചുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ വേണം. എല്ലാവർക്കും സുരക്ഷിതമായി ഇരിക്കാൻ കഴിയണം. വലിയ ജനത്തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ 22 ചുണ്ടൻ വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. മൊത്തം 71 കളിവള്ളങ്ങളുണ്ട്. അതിൽ വെപ്പ്, അതോടൊപ്പം തന്നെ ഇരുട്ടുകുത്തി, ചുരുളൻ അടക്കമുള്ള കളിവള്ളങ്ങളും മത്സരത്തിനുണ്ടാവും. ഇത്തരത്തിൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയുടെ അടക്കം വലിയ ആവേശം. ഒപ്പം കുമരകത്തു നിന്നും എറണാകുളത്തു നിന്നും എല്ലാമുള്ള ടീമുകൾ മാറ്റുരയ്ക്കുന്ന നെഹ്റു ട്രോഫി ജലമേള ഇത് ഒരു പക്ഷേ ഇത്രയധികം കായിക താരങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം കൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന മറ്റ് ഒരു കായിക മത്സരവും ലോകത്ത് എവിടെയും നടക്കുന്നില്ല. ഒളിമ്പിക്സിനേക്കാൾ കൂടുതൽ പേർ ഒറ്റ ദിവസം കൊണ്ട് കായിക മത്സരങ്ങൾ പങ്കെടുക്കുന്ന ഒരു മത്സരം കൂടിയാണ് ആലപ്പുഴയിൽ പുന്നമടയിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലമേള. ഇപ്പോൾ ഇതിൻ്റെ സംഘാടകരിൽ ഒരാൾ കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഏത് രീതിയിലാണ് ഒരുക്കങ്ങൾ നടക്കുന്നതെന്നും ചോദിക്കുക. ഇപ്പോൾ ഇവിടെ വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്ന ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മറ്റ് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഈ വർഷം ഒരു ഈവൻ കമ്പനിയെ കൊടുത്ത് കൂടുതൽ പ്രൊഫഷണലായിട്ട് നമ്മളുടെ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ സജ്ജീകരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, ഇപ്പോൾ ഏതാണ്ട് ഒരു 90% പ്രവർത്തനങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത എല്ലാ പരിധികളും അടച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഈ പ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അനധികൃതമായി ടിക്കറ്റ് ഇല്ലാതെ ധാരാളം ആളുകൾ ഇതിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ മുൻ വർഷങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സുരക്ഷയെ ബാധിക്കും. കാരണം കൂടുതൽ ആളുകൾ വരുന്നു. അപ്പം ടിക്കറ്റ് എടുത്തവർക്ക് ഇരിക്കാൻ സംവിധാനമില്ല. രാവിലെ 6 മണി മുതൽ തന്നെ ഫുൾ പോലീസ് ഫോഴ്സിനെ ഡിപ്ലോ ചെയ്തുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾക്കറിയാം, ഈ വർഷത്തെ പ്രത്യേകത ടാറ്റ പോലെയുള്ള വലിയ ഒരു കമ്പനി ഈ നെഹ്റു ട്രോഫിയെ സ്പോൺസർഷിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള നിരവധി മാറ്റങ്ങൾ നമ്മൾ ഈ വർഷം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ നെഹ്റു പവലിയൻ അടക്കം അതിൻ്റെ കോർപ്പറേറ്റ് ബോക്സ് എന്ന പുതിയൊരു സംവിധാനം 1 ലക്ഷം രൂപയുടെ ടിക്കറ്റ് വരെ വിറ്റൊരു വലിയൊരു ചരിത്രമാണ് ഈ 1 ലക്ഷം രൂപയുടെ ടിക്കറ്റ് വിറ്റത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ആവേശം ഈ വർഷം നടക്കുകയാണ്. സമ്മാനത്തുക വർദ്ധിപ്പിച്ചത് കൊണ്ട് തന്നെ നിരവധി ക്ലബ്ബുകൾ കുമരകത്തുനിന്ന് പഴയ ഒരു 25 വർഷത്തിന് ശേഷം നാട്ടകം ബോട്ട് ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബുകൾ അടക്കം തിരിച്ചു വന്നേക്കുന്നു. അപ്പോൾ കൂടുതൽ ക്ലബ്ബുകൾ നെഹ്റു ട്രോഫിയിലേക്ക് വരുന്നുണ്ട്. കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. കൂടുതൽ കാണികൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഹോസ്പിറ്റാലിറ്റി നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹോസ്പിറ്റാലിറ്റി ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ സംഘാടക സമിതിയുടെ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇന്നലെ ജില്ലാ കളക്ടർ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഇതിൻ്റെ നിയമാവലി അത് കർശനമായി പാലിക്കും. അതായത് 25%-ൽ 25 പേരിൽ കൂടുതൽ ഈ ഇതര സംസ്ഥാന തുഴച്ചിൽക്കാരെ കയറ്റില്ല. അതോടൊപ്പം തന്നെ ആ തുഴയുടെ അത് നിർദ്ദേശിച്ചിരിക്കുന്ന തുഴ മാത്രമേ ഉപയോഗിക്കാൻ സമ്മതിക്കൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ കർശന പരിശോധന ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് പോലീസിൻ്റെയും മറ്റ് ഔദ്യോഗിക ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അത്തരം പരിശോധന ഏത് സമയത്തായിരിക്കും നടക്കുക, അത് കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമ്മൾക്ക് ഇപ്പോൾ തന്നെ നിരവധി പരാതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പരാതിയുടെ എല്ലാ അടിസ്ഥാനത്തിൽ വള്ളം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പരാതിയുള്ള ക്ലബ്ബുകൾ വള്ളം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പിടിക്കുമ്പോൾ തന്നെ ആവശ്യമെങ്കിൽ നമ്മൾ ആ വള്ളത്തിലടക്കം കയറി നമ്മൾ പരിശോധിക്കാനുള്ള ക്രമീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു DYSPയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് ഫോഴ്സിനെ നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നമ്മൾ ഡിപ്ലോ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ അംബേസിൻ്റെ ബോട്ടടക്കം നമ്മുടെ എല്ലാ ഒഫീഷ്യൽസിൻ്റെ ബോട്ടിലും ക്യാമറകൾ വെച്ച് നമ്മളിത് പരിശോധിക്കും. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മൾ റിസൾട്ടിന് മുമ്പേ അത് പരിശോധിച്ച് അവിടുത്തെ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ പ്രൊഫഷണൽസിന് കൊടുക്കുന്ന ID കാർഡിൻ്റെ നിറത്തിൽ പോലും അതിൻ്റെ ടാഗിൻ്റെ നിറത്തിൽ പോലും നമ്മൾ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്.
ഇപ്പം എന്തുകൊണ്ട് ഈ പ്രാവശ്യം ചിട്ടയാർന്ന പരിശീലനത്തോടെ ഏതാണ്ട് ഒരു മാസത്തിലധികം പരിശീലനം നടത്തിയ ചുണ്ടൻവള്ളങ്ങളിൽ പരിശീലനം നടത്തിയ ക്ലബ്ബുകളടക്കം 10-ലധികം ഉണ്ട്. അപ്പോൾ വലിയ വാശിയേറിയ മത്സരം തന്നെയല്ലേ ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും മുൻ വർഷങ്ങളിലേക്കാൾ ഏറ്റവും വാശിയേറിയ മത്സരം തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഈ ബോണസ് തുകയൊക്കെ ഏറ്റവും ചെറിയ ബോണസ് തുകയും ചെറിയ സമ്മാന തുകയൊക്കെയാണ്. അപ്പോൾ കൂടുതലും ആളുകൾക്ക് ഇതിലേക്ക് എത്തുവാൻ അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാരണം കൂടുതൽ ജലോത്സവ പ്രേമികൾ, കൂടുതൽ തുഴച്ചിൽ താരങ്ങൾ ഇതിലേക്ക് എത്താത്ത സാഹചര്യമുണ്ട്. 4720 തുഴച്ചിൽ താരങ്ങൾ മാത്രം ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയ ചരിത്രപരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഇത്രയും ആളുകൾ ഒരുമിച്ച് ഒരു കായിക ഇനത്തിൽ പങ്കെടുക്കുന്നത് നെഹ്റു ട്രോഫിക്ക് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി പ്രത്യേകതകളുണ്ട്. സമ്മാനത്തുക വർദ്ധിപ്പിച്ചതിലൂടെ നിരവധി ക്ലബ്ബുകളെ ഈ വള്ളങ്ങളിലേക്ക് എത്തിക്കുവാനും നിരവധി കളിക്കാതിരുന്ന വള്ളങ്ങൾ പോലും ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ നിന്ന് ആണ് കൂടുതൽ ചെറുവള്ളങ്ങൾ ഈ കളിക്ക് പങ്കെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പങ്കാളിത്തം കൂടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആവേശത്തോടെ ഈ പ്രാവശ്യത്തെ നെഹ്റു ട്രോഫി എല്ലാ വർഷത്തേക്കാളും വലിയ ആവേശമായിരിക്കും. കാരണം നമുക്കറിയാം നെഹ്റു ട്രോഫിയിൽ നിന്നാണ് CBLന്റെ യോഗ്യത നേടുന്നത്. അപ്പോൾ 9 വള്ളങ്ങളാണ് CBL യോഗ്യതയിലേക്ക് നേടുന്നത്. അപ്പം ഈ ഫൈനലിൽ വരിക എന്ന ഉപരി ഈ 9-ൽ ആദ്യ 9-ൽ കയറി പറ്റുക എന്നുള്ളത് തന്നെ വലിയ ഒരു ടാസ്ക് ആയിട്ട് ഈ ചുണ്ടൻ സമിതികളും നമുക്ക് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എല്ലാ വിവരങ്ങളും നൽകിക്കൊണ്ടിരുന്ന അപ്പോൾ അവിടുത്തെ സംഘാടകരുടെ അടക്കം പ്രതികരണങ്ങളും സുധീഷ് ഗോപാൽ എത്തിച്ചിരുന്നു.